പാചകവാതക സബ്സിഡി വെട്ടിക്കുറച്ചതിലും കേന്ദ്ര നയത്തിനുമെതിരെ സിപിഎം പാചകവാതക വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ പാവങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും സിപിഎം. പെരിന്തൽമണ്ണയിലെ ഇരട്ടശമ്പള വിവാദം മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരിയെയും ഭർത്താവിനെയും കുന്നപ്പള്ളി സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് എംഎസ്എഫ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു. വൈദ്യുതി വിതരണം വിപുലപ്പെടുത്താൻ കൊണ്ടുവന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മണ്ണിനടിയിൽ. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം. നിളയെ സംരക്ഷിച്ചും സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിയും തൃത്താല വെള്ളിയാങ്കല്ലിൽ ഭാരതപ്പുഴ ടൂറിസം പദ്ധതിക്ക് ഉടൻ തുടക്കമാകും. പദ്ധതി അവസാന മിനുക്കുപണിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരിയിലെ പാചക ഗ്യാസ് ഏജൻസി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സിപിഎം ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ബി സുഭാഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാചക ഗ്യാസിന്റെ ക്ഷാമം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുക, വർഷത്തിൽ 12 ഗ്യാസ് സിലിണ്ടറുകൾ അനുവദിക്കുക, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിപിഎം നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരിയിലെ പാചക ഗ്യാസ് ഏജൻസി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഒറ്റയടിക്ക് 6 സിലിണ്ടർ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. 6 സിലിണ്ടറുകൾ വെട്ടിക്കുറച്ചതിന്റെ പിറ്റേന്ന് തന്നെ സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഒറ്റയടിക്കാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ മിനിഞ്ഞാന്ന് വീണ്ടും വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എപ്പോഴാണ് ഇവർക്ക് വില വർദ്ധിപ്പിക്കാൻ തോന്നുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഏരിയ കമ്മിറ്റി അംഗം ഇ ചന്ദ്രബാബു, നന്ദകുമാർ, പി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക നിയന്ത്രണത്തിനും വിലക്കയറ്റത്തിനുമെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഭാരത് ഗ്യാസ് ഏജൻസിയുടെ പെരിന്തൽമണ്ണയിലെ വിതരണ കേന്ദ്രം ഉപരോധിച്ചു. സിപിഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം CH ആഷിഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പാചകവാതക നിയന്ത്രണത്തിനും വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ സമരം നടന്നത്. പെരിന്തൽമണ്ണ ഭാരത് ഗ്യാസ് ഏജൻസിയുടെ വിതരണ കേന്ദ്ര ഉപരോധ സമരം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം CH ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ വിതരണത്തിനും പാചകവാതകത്തിനുള്ള സകല ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കുകയാണെന്ന് CH ആഷിഖ് കുറ്റപ്പെടുത്തി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഭരണാധികാരികൾക്ക് അങ്ങനെ പറയാനും കഴിയില്ല. കാരണം അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി രമേശൻ, KP രമണൻ, പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി NP ഉണ്ണികൃഷ്ണൻ, മേലാറ്റൂർ ഏരിയ സെക്രട്ടറി PC ശംസുദ്ദീൻ, CITU ഏരിയ സെക്രട്ടറി KT സയ്യിദ്, മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹഫ്സ മുഹമ്മദ്, സെക്രട്ടറി K മാലതി തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതകക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പട്ടാമ്പിയിലും സിപിഎം മാർച്ച്. പട്ടാമ്പിയിലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പാചകവാതകക്ഷാമം പരിഹരിക്കുക, സബ്സിഡി സിലിണ്ടർ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, പാചകവാതക വിലവർദ്ധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബുധനാഴ്ച സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ച് നടന്നത്. പട്ടാമ്പിയിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം N ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കൊല്ലവും 50 രൂപ ഒരു സിലിണ്ടറിന് വർദ്ധിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ്. അങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പോ 427 രൂപയായി സിലിണ്ടറിന്റെ 14 കിലോ വരുന്ന വീട്ടാവശ്യത്തിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 427 രൂപയാണ് ഇപ്പോഴത്തെ. സിപിഎം ഏരിയ സെക്രട്ടറി NP വിനയകുമാർ, നേതാക്കളായ AV സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇരട്ടശമ്പളം കൈപ്പറ്റിയ പെരിന്തൽമണ്ണ മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരിയെയും ഭർത്താവും സ്കൂളിലെ പ്രധാന അധ്യാപകനുമായ അജയ്കുമാറിനെയും സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് MSF. ഈ ആവശ്യമുന്നയിച്ച് MSF പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ ആയിരിക്കെ സ്കൂളിൽ നിന്നും ശമ്പളം പറ്റിയ K സുധാകുമാരിയെയും സ്കൂളിലെ പ്രധാനാധ്യാപകനും സുധാകുമാരിയുടെ ഭർത്താവും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമായ അജയ്കുമാറിനെയും വിദ്യാലയത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് MSFന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചത്. MSF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഉപരോധം. അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM ഇന്ദിരയ്ക്ക് MSF പരാതി നൽകി. MSF മുൻ ജില്ലാ പ്രസിഡന്റ് നഹാസ് പാറയ്ക്കൽ, മുനിസിപ്പൽ പ്രസിഡന്റ് ഫാസിൽ പാറയ്ക്കൽ, സെക്രട്ടറി ഹിഷാം താമരത്ത്, K നിസാമുദ്ദീൻ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, മണ്ഡലം സെക്രട്ടറി കൊളക്കാട് നസീർ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി താമരത്ത് സത്താർ, മുനിസിപ്പൽ സെക്രട്ടറി കിനാത്തിൽ സാലിഹ് തുടങ്ങിയവർ ഉപരോധത്തിനെത്തിയിരുന്നു. മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജനസമ്പർക്ക പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പെരിന്തൽമണ്ണ നഗരസഭയിലെ പരിപാടി വെള്ളിയാഴ്ചയും ഏലംകുളത്ത് ഞായറാഴ്ചയും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ചയും ജനസമ്പർക്ക പരിപാടി നടക്കും. കാർ അപകടത്തിൽ പരിക്കേറ്റ് വിശ്രമത്തിലായതിനെ തുടർന്നാണ് ജനസമ്പർക്ക പരിപാടികൾ മാറ്റിവെച്ചിരുന്നത്.
നഗരകാര്യ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴിയേരി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി ആലിപ്പറമ്പ്, മേലാറ്റൂർ, പുലാമന്തോൾ, താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ നേരത്തെ നടന്നിരുന്നു. മന്ത്രിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റ് വിശ്രമത്തിലായതിനെ തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭയിലെയും വെട്ടത്തൂർ, ഏലംകുളം ഗ്രാമപഞ്ചായത്തുകളിലെയും ജനസമ്പർക്ക പരിപാടി മാറ്റിവെക്കുകയായിരുന്നു. മാറ്റിവെച്ച പെരിന്തൽമണ്ണ നഗരസഭയിലെ ജനസമ്പർക്ക പരിപാടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനസമ്പർക്ക പരിപാടി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കാപ്പ് വെട്ടത്തൂർ GMUP സ്കൂളിലും ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ജനസമ്പർക്ക പരിപാടി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടക്കും. വികസനപരവും വ്യക്തിപരവുമായ പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിക്ക് ജനസമ്പർക്ക പരിപാടിയിലൂടെ നേരിട്ട് സമർപ്പിക്കാം. അപേക്ഷകളും പരാതികളും വ്യക്തമായി എഴുതി സമർപ്പിക്കണമെന്നും ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി അപേക്ഷിക്കുന്നതിനുള്ള ഫോറങ്ങൾ ജനസമ്പർക്ക പരിപാടിയിൽ നിന്നും ലഭിക്കുമെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു. ജനസമ്പർക്ക പരിപാടിയിൽ ഇതുവരെ 700-ൽ അധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമം നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരത്തും പരിസരത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ മണ്ണിനടിയിൽ കിടന്ന് നശിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തുള്ള പെട്രോൾ പമ്പിന് മുൻവശത്തും തിരുനാരായണപുരത്തിനടുത്തുള്ള പുത്തൻകുളത്തും ഉൾപ്പെടെ നിരവധി സ്ഥലത്താണ് ഇലക്ട്രിക് പോസ്റ്റുകൾ മണ്ണിനടിയിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവ കൊണ്ടുവന്നിട്ടിട്ട് വർഷങ്ങളായെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും. പല പോസ്റ്റുകളും ഭൂരിഭാഗവും മണ്ണ് മൂടിയിരിക്കുന്നു. വാഹനങ്ങൾ കയറിയതു കാരണം പലതിലും പൊട്ടലുമുണ്ട്. ശ്രീകൃഷ്ണ ഇലക്ട്രിസിറ്റിയുടെ കീഴിലുള്ള ഈ പ്രദേശത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥിതി പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ചെലവ് കുറയ്ക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ശ്രീകൃഷ്ണപുരം പെട്രോൾ പമ്പിന്റെ മുൻവശത്ത്, പുത്തൻകുളം, അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ വ്യാപകമായി മണ്ണിന്റെ അടിയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിവരം ഇലക്ട്രിസിറ്റിയിലെ AE നേരിട്ട് അറിയിക്കുകയും അങ്ങനെ AEയോട് പലവട്ടം നമ്മൾ ഈ കാര്യങ്ങൾ ഇലക്ട്രിസിറ്റിയുടെ ഈ പോസ്റ്റ് ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള വിവരം നമ്മൾ പലവട്ടം ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചതാണ്. അപ്പോൾ ഈ സർക്കാരിന്റെ പൊതുമുതൽ 5500 രൂപ വെച്ച് നഷ്ടപ്പെടുത്തുന്ന ഈ ശ്രീകൃഷ്ണപുരം ഇലക്ട്രിസിറ്റിയിലെ AEക്കെതിരെ ശക്തമായ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കാത്ത പക്ഷം ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭമായിട്ട് പൊതുജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളെ കൂട്ടി ശ്രീകൃഷ്ണപുരം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 5500 രൂപയാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റിന് വൈദ്യുതി ബോർഡ് ഇപ്പോൾ ഈടാക്കുന്നത്. അശ്രദ്ധ കൊണ്ടോ അറിയാതെയോ മറ്റോ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് ഒന്ന് പൊട്ടിയാൽ അതിന് കൃത്യമായി തുക ഈടാക്കുന്നവർ. വൈദ്യുതി തുക അടയ്ക്കാൻ ഒരു ദിവസം വൈകിപ്പോയാൽ ഫ്യൂസ് ഊരാൻ വീട്ടുമുറ്റത്തെത്തുന്നവരും മണ്ണിനടിയിൽപ്പെട്ട് നശിച്ചുപോകുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കാണുന്നില്ല, അഥവാ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നു. രാവിലെയും രാത്രിയും അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്, അപ്രഖ്യാപിത കറന്റ് കട്ടുകൾ നിരവധി. ഉപയോഗിക്കുന്ന അധിക യൂണിറ്റിന് അധിക നിരക്കും ഏർപ്പെടുത്തി നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന വൈദ്യുതി വകുപ്പ് ആദ്യം ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് നഷ്ടമാകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു കണക്കെടുക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിച്ചാലും ഒരു പ്രശ്നവുമില്ല നമ്മുടെ വൈദ്യുതി വകുപ്പിന് കുതിര കയറാൻ പൊതുജനം ഉള്ളിടത്തോളം കാലം. മുറിയങ്കണ്ണി പാലം വന്ന വാഹന ഗതാഗതം ഗണ്യമായി വർദ്ധിച്ചതോടെ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റൂട്ടിലെ 15ഓളം കൾവർട്ടുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുമരാമത്ത് അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കൾവർട്ടുകൾ തകർന്ന് ഗതാഗതം മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് ആശുപത്രിപ്പടിയിൽ നിന്നും മുറിയങ്കണ്ണി പാലം വരെയുള്ള റോഡിൽ 15ഓളം കൽവർട്ടുകളും 2 പാലങ്ങളുമാണുള്ളത്. മുറിയങ്കണ്ണി പാലം വരുന്നതിന് മുമ്പ് ഈ റോഡിൽ വാഹന ഗതാഗതം കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഭാരം കയറ്റിയ ലോറികൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസേന കടന്നുപോകുന്നത്. ശ്രീകൃഷ്ണപുരത്തു നിന്ന് മുറിയങ്കണ്ണിക്ക് പോകുന്ന ഈ 10 കിലോമീറ്ററോളം ദൂരം ഉള്ള ഈ പ്രദേശത്ത് നിരവധി കൽവർട്ടുകൾ പഴയ ഒരു 15-20 വർഷത്തോളം കാലപ്പഴക്കമുള്ള കൽവർട്ടുകളാണ്. ഈ കൽവർട്ടുകൾ ഇപ്പം നിലവിൽ മുറിയങ്കണ്ണി പുതിയ പാലം ഉദ്ഘാടനം ചെയ്ത ശേഷം വലിയ ടോറസ് ലോറികളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഈ വലിയ ലോഡ് കയറ്റിയിട്ട് ഈ വഴി ദിവസം കടന്നു പോകുന്നുണ്ട്. കാലപ്പഴക്കം കൊണ്ട് തന്നെ തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൽവർട്ടുകൾ എത്രയും പെട്ടെന്ന്
പുതിയതായി ഒന്ന് പുതുക്കി പണിയാനും അതുപോലെ തന്നെ അതിന്റെ വലിപ്പം കൂട്ടാൻ, അത് കുറച്ചും കൂടെ ആളുകൾക്ക് കാണുന്ന രീതിയിലും അതുപോലെ തന്നെ കുറച്ചും കൂടെ വാഹനങ്ങൾക്ക്, വലിയ വാഹനങ്ങൾ കടന്നു പോകാവുന്ന ഒരു അകലത്തിലും കൂടെ ആക്കി സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം എന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട്. ആ ആവശ്യം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വർഷങ്ങളുടെ പഴക്കമാണ് പല കൽവർട്ടുകൾക്കുമുള്ളത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കൽവർട്ടിനടുത്ത് നിന്നാൽ ഒരു കുലുക്കവും അനുഭവപ്പെടും. ഭാരം കയറ്റിയ വാഹനങ്ങളെ താങ്ങാൻ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ കൽവർട്ടുകൾക്ക് കഴിയുമോ എന്ന കാര്യം സംശയകരമാണ്. ഏതെങ്കിലും കൽവർട്ടുകൾ തകർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും മുടങ്ങുമെന്ന അവസ്ഥയാണ്. അരികിലൂടെ വാഹനങ്ങളെ കടത്തിവിടാൻ പലയിടത്തും സ്ഥലങ്ങളില്ല. പുത്തൻകുളത്തുള്ള കാഞ്ഞിരപ്പുഴ കനാലിന് കുറുകെയുള്ള പാലവും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. വലിയ ലോറികളും മറ്റും കടന്നു പോകുമ്പോൾ പുത്തൻകുളത്തെ പാലവും ഈ പാലത്തിനും കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. കൽവർട്ടുകളും പാലവും സുരക്ഷാ ഭീഷണി ഉയർത്തുമ്പോൾ പൊതുമരാമത്ത് അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ട് പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ആദ്യ ടൂറിസം പദ്ധതി തൃത്താല വെള്ളിയാങ്കല്ലിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. നിള സംരക്ഷണവും ഒപ്പം നിളയുടെ സാംസ്കാരിക പൈതൃകവും മുൻനിർത്തിയാണ് ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. തൃത്താലയിൽ ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 45 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വൃഷ്ടിപ്രദേശത്തെ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഭാരതപ്പുഴയുടെ ദൃശ്യഭംഗി ആസ്വദിക്കുന്നതിനും ഉല്ലാസത്തിനുമായി ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ സന്ധ്യാസമയങ്ങളിലും ആഘോഷവേളകളിലും വെള്ളിയാങ്കല്ലിൽ എത്തുന്നുണ്ട്. ഈ സാധ്യത തിരിച്ചറിഞ്ഞാണ് വൃഷ്ടിപ്രദേശം കേന്ദ്രീകരിച്ച ടൂറിസം പദ്ധതി എന്ന ആശയത്തിന് ചിറകുവെക്കുന്നത്. മേൽക്കൂരയോടുകൂടിയ ഇരിപ്പിടങ്ങൾ, പുൽത്തകിടി, അലങ്കാര ചെടികൾ, വൈദ്യുത അലങ്കാര വിളക്കുകൾ, ക്യാന്റീൻ തുടങ്ങിയവയാണ് ആദ്യഘട്ടമായി ഒരുങ്ങിയിട്ടുള്ളത്. ഭാരതപ്പുഴയോട് ചേർന്നുള്ള മറ്റ് ഐതിഹ്യപെരുമയാർന്ന സ്ഥലങ്ങളെ കൂടി ബന്ധപ്പെടുത്തി ടൂറിസം പദ്ധതി വിപുലപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. വൃഷ്ടിപ്രദേശം കേന്ദ്രീകരിച്ച് ബോട്ട് സർവീസ്, ഗ്ലാസ് മ്യൂസിയം എന്നിവയും 2ാം ഘട്ടത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണ്. ടെഡ്കോയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. അവസാനഘട്ട മിനുക്കുപണികൾ കൂടി പൂർത്തിയായാൽ ഉടൻ ഉദ്ഘാടനം നടത്താനാണ് തീരുമാനം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി അദാലത്ത് സംഘടിപ്പിക്കുന്നു. അർഹരായ മുഴുവൻ ആളുകൾക്കും പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവരും വിവിധ തരത്തിലുള്ള പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളവരുമായ മുഴുവൻ ആളുകളെയും കണ്ടെത്തി അവർക്ക് അപേക്ഷ നൽകുന്ന ദിവസം തന്നെ പരിശോധന നടത്തി പെൻഷൻ പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. മുമ്പ് അപേക്ഷ തന്ന് നിരസിക്കപ്പെട്ടവർ, വിവിധ കാരണങ്ങളാൽ തള്ളിപ്പോയവർ, കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങിയവർ, വിധവ, വാർദ്ധക്യ, അംഗവൈകല്യ, കർഷക തൊഴിലാളി, കർഷകർ, 60 വയസ്സ് തികഞ്ഞവർ, 50 വയസ്സ് പൂർത്തിയായ അവിവാഹിതർ എന്നീ പെൻഷനുകൾക്കാണ് അർഹരായവരെ കണ്ടെത്തി പെൻഷൻ നൽകുക. 21 വാർഡുകളിലും അതാത് മെമ്പർമാർ അപേക്ഷ ഫോറം വിതരണം ചെയ്യും. അദാലത്ത് ദിവസം ഓരോ പെൻഷനും വേണ്ട രേഖകളുമായി അപേക്ഷകൻ ഹാജരാവുകയും അതാത് പെൻഷൻ പരിശോധനാ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്നേ ദിവസം തന്നെ യോഗം ചേർന്ന് അംഗീകരിക്കുകയും ചെയ്യും. നെല്ലായ സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഹോം കെയർ പ്രവർത്തനത്തിന് തുടക്കമായി. ഡോക്ടർ ഷാഹുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനാർദ്ദനൻ, രാജീവ്, ബാലൻ, മധു, ജാഫർ, അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ 5ാമത് നറുക്കെടുപ്പ് ബുധനാഴ്ച നടന്നു. പട്ടാമ്പിയിലെ ഓഫീസിലാണ് നറുക്കെടുപ്പ് നടന്നത്. സ്വർണ്ണനാണയങ്ങൾ, മൊബൈൽ ഫോണുകൾ എന്നിങ്ങനെ 250ഓളം സമ്മാനങ്ങളാണ് നറുക്കെട്ടെടുത്തത്. നവംബർ 20 വരെ നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി 2 ഷെവർലെ കാർ ഉൾപ്പെടെ 3500ഓളം സമ്മാനങ്ങളാണ് നൽകുന്നത്. ഇനി വാണിജ്യ വാർത്തകൾ. നൂതന ഫാഷനുകളിലുള്ള അബായകളുടെയും പർദ്ദകളുടെയും ശേഖരവുമായി പെരിന്തൽമണ്ണയിൽ അബായ സോൺ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അബായ സോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണയിലെ മാൾ അസ്ലാമിലാണ് അബായകൾക്കും പർദ്ദകൾക്കും മാത്രമായൊരു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മണ്ണാർക്കാട് റോഡിലെ മാൾ അസ്ലാമിൽ പ്രവർത്തനം ആരംഭിച്ച അബയ സോൺ ഉദ്ഘാടനം ചെയ്തു. മഴവിൽ മനോരമ, വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിലെ ഷെബീർ, ഷിനു എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. പർദ്ദകളുടെയും അബയകളുടെയും എക്സ്ക്ലൂസീവ് ഷോപ്പാണ് അഭയ സോൺ. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക സബ്സിഡി വെട്ടിക്കുറച്ചതിലും കേന്ദ്ര നയത്തിനുമെതിരെ CPM പാചകവാതക വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ പാവങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും CPM. പെരിന്തൽമണ്ണയിലെ ഇരട്ടശമ്പള വിവാദം. മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരിയെയും ഭർത്താവിനെയും കുന്നപ്പള്ളി സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് MSF.
MSF ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു. വൈദ്യുതി വിതരണം വിപുലപ്പെടുത്താൻ കൊണ്ടുവന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മണ്ണിനടിയിൽ. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം. നിളയെ സംരക്ഷിച്ചും സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിയും തൃത്താല വെള്ളിയാങ്കല്ലിൽ ഭാരതപ്പുഴ ടൂറിസം പദ്ധതിക്ക് ഉടൻ തുടക്കമാകും. പദ്ധതി അവസാന മിനുക്കുപണിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.